ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. 2024 ഒക്ടോബർ 18 വെള്ളിയാഴ്ചയാണിന്ന്. ഒരു വാരാന്ത്യമാണ്. നാളെ 2 ദിവസം ഇനി നമുക്ക് അവധിയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്? ഈ 5 ട്രേഡിംഗ് ഡേയ്സിൽ ഇന്നടക്കം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒട്ടുമിക്ക ആൾക്കാരും ഈ ആഴ്ച പ്രോഫിറ്റിലാണ് പോയിട്ടുള്ളത്. ലോസ് ഉണ്ടാക്കിയ കുറച്ച് പേര് മാത്രമേ, അതായത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് പേര് മാത്രമേ ലോസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഫ്രീ ട്രയൽ ഒരാഴ്ച അതൊന്ന് റൺ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും ടെലിഗ്രാമിൽ. അതെനിക്കൊന്ന് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ട്രയൽ അതിനകത്ത് തരുന്നതായിരിക്കും. അപ്പം പരമാവധി എല്ലാവരും ഒരു ക്യാമ്പയിൻ പോലെ എല്ലാവരും ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ കോപ്പി ട്രേഡിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സെർവറൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് വലിയൊരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, സരോദയുടെ അക്കൗണ്ടും 1 ലക്ഷം രൂപ ക്യാപിറ്റലുമാണ് അതിൽ വേണ്ടത്. അങ്ങനെ ആർക്കും തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. രാവിലെ ഒരു സിംഗിൾ ലോഗിൻ ചെയ്തിടേണ്ട ഒരു ചടങ്ങ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പണിക്ക് പോകാം. മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സരോദയുടെ ആപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസം കൂടിയാണ്. 3 ദിവസമായിട്ട് എല്ലാ ഇൻഡെക്സുകളും ബാക്ക് ടു ബാക്ക് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനൽ സപ്പോർട്ട് എന്ന രീതിയിൽ 24,700 ഇത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടത്. അതുപോലെ ഇന്നും അവിടെ സപ്പോർട്ട് എടുത്ത് ബൗൺസ് ബാക്ക് ഉണ്ടാകുമോ ഓർ ഫർദർ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ പോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇത് കുറേ പ്രാവശ്യം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു ലെവലാണ് 24,700 എന്നുള്ളത്. സോ ആ ഒരു ലെവലിലത് മാർക്കറ്റ് നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സോ നോക്കാം എങ്ങനെയാണ്. അത് നിന്നില്ലെങ്കിൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 23,800 ലെവലിലൊക്കെയാണ്. സോ ഇടയ്ക്കൊരു സമയത്ത് അത് അവിടെ വരെ പോയിരുന്നു, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 23,800 ലെവലിലേക്ക് അത് ഇറങ്ങിയിരുന്നു. 20,300 ലെവലിൽ നമുക്കൊരു ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ ബാക്കിയുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് കഴിഞ്ഞിട്ട് തിരിച്ചു കയറി വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഇതാണല്ലേ ഈ 2 ഗ്രീൻ ലൈനിൻ്റെ ഇടയിൽ മാർക്കറ്റ് എന്നാൽ ഇത് കൺസോൾട്ടേഷൻ ഇങ്ങനെ പോവും. ഇത് ഒന്നുകിൽ 25,234 അല്ലെങ്കിൽ 24,694 രണ്ടിലേതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു വശത്തോട്ട് മാർക്കറ്റ് നീങ്ങണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്നലത്തെ പോക്കൊക്കെ കണ്ടിട്ട് ഇന്നെല്ലാം കൂടി ഇടിഞ്ഞ് തകർന്ന് താഴെ പോകും എന്നൊക്കെയാണ് തോന്നിയിരുന്നത്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് അങ്ങനെ ഒറ്റയടിക്ക് താഴെ പോവില്ല. ഇത് ചിലപ്പോൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പൂർവാധികം ശക്തിയോടെ റിക്കവറായിട്ട് ഒരു 100-150 പോയിന്റ് തിരിച്ചു കയറാനുള്ളൊരു സാധ്യതയും ഉണ്ട്. സോ മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കരുത്. ലൈവ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾ റൈറ്റ്. ദെൻ ഒരുപാട് ഹൈലൈറ്റ്സ് ഞാൻ ഇന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. പോളിക്യാബ് ഇന്ത്യയുടെ Q2 റിസൾട്ടിൽ പ്രോഫിറ്റ് 3.6% ഒരു വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. LTI Mindtree 10% വർധനവാണ് Q2 റിസൾട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, വിപ്രോ, ആക്സിസ് ബാങ്ക്, LTI Mindtree, സൊമാറ്റോ, MGL, IGL, പോളിക്യാബ്, ടാറ്റ കെമിക്കൽസിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ വായിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകെ. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ന്യൂസിൽ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. സോ ഇൻട്രാഡേ ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക. ദെൻ ഈ ഗോൾഡിൻ്റെ പ്രൈസ് സ്കൈ റോക്കറ്റിംഗ് ആണ്, കുതിച്ച് കയറി പോവാണ്. 2,700 ഫസ്റ്റ് ടൈമാണ് 2,700 എത്തുന്നത്. $2,702 ഗോൾഡ് പ്രൈസ് എത്തിയിട്ടുണ്ട്. ക്രൂഡിൻ്റെ പ്രൈസ് കുറഞ്ഞു വരികയാണ്. 70.90 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് വളരെ മോശമായ രീതിയിലേക്ക് പോയിരിക്കുന്നു. 84 രൂപ 7 പൈസയാണ് ഒരു US ഡോളറിൻ്റെ വിനിമയ നിരക്ക്. അതേപോലെ ടാറ്റ കെമിക്കൽസിൻ്റെ റിസൾട്ട് 55% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മോശമായ ഒരവസ്ഥയാണ്. ലാഭത്തിൽ 55% ഇടിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നെഗറ്റീവ് തന്നെയാണ്. ലോസ് അല്ല, പ്രോഫിറ്റാണ്. പ്രോഫിറ്റിൽ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ സീറ്റ് എന്താ പറയുക, പ്രതീക്ഷക്കൊത്ത് അതിൻ്റെ റിസൾട്ട് ഉയർന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. കൃത്യമായ ഫിഗർ എനിക്ക് കിട്ടിയിട്ടില്ല. പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല. കാരണം റോ മെറ്റീരിയൽ റബ്ബറിന് വില കൂടിയപ്പം ടയർ കമ്പനികൾക്ക് അത് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട്. 20% റബ്ബറിന് വില വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ടയർ
ടയർ കമ്പനികൾക്ക് ബാധ്യത തന്നെയാണ്. ആക്സിസ് ബാങ്കിൻ്റെ Q2 റിസൾട്ടിൽ 18% ലാഭവർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിപ്രോയുടെ Q2 റിസൾട്ടിൽ 21% പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1:1 ബോണസ് ഷെയർ ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1:1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 500 റേഞ്ചിലാണ് അതുള്ളത്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ബോണസ് ഷെയറിന് വേണ്ടി സ്റ്റോക്ക് വാങ്ങുന്നത് മണ്ടത്തരമാണ്. ഒരിക്കലും ബോണസ് ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഷെയർ വാങ്ങിക്കരുത്. നിങ്ങൾക്ക് ഒരു 100 ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 200 ക്വാണ്ടിറ്റി ആക്കാനുള്ള ഒരു സാധ്യതയാണ്. കാരണം വിപ്രോ അതിൻ്റെ തുടക്കം മുതൽ, അതായത് 70കളിൽ 1000 രൂപ നിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ 150 കോടിയുടെയൊക്കെ ആസ്തി ഉണ്ടാവുന്ന രീതിയിലേക്ക് വിപ്രോ ഷെയർ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അങ്ങനെ ഒരു ചരിത്രമുള്ളൊരു കമ്പനിയാണ്. സോ അങ്ങനെ ഒരു സാധ്യതകൾ നോക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കും. ഞാൻ മാർക്കറ്റ് വിപ്രോ വാങ്ങാനോ വിൽക്കാനോ അല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു ടെക്നിക്കൽ സാധ്യത മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റ് 2.2% മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത്. പ്രതീക്ഷകൾക്ക് ഒത്ത് ഉയർന്നില്ല ഇൻഫോസിസ്. തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ന്യൂസാണ്. ടെറ കമ്മ്യൂണിക്കേഷൻസിൻ്റെ പ്രോഫിറ്റ് 31.7% ലാഭത്തിൽ ഇടിവാണ് കാണിച്ചിരിക്കുന്നത്. സോ എന്താ പറയുക, അതും ഒരു നല്ലൊരു ന്യൂസ് അല്ല. ഹാവൽസ് ഇന്ത്യ Q2 നെറ്റ് പ്രോഫിറ്റ് 9.5% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെസ്ലെ ഇന്ത്യ റിപ്പോർട്ടഡ്, അതായത് 1% ഇടിവ്, ലാഭത്തിൽ 1% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും അതും നെഗറ്റീവാണ് ന്യൂസ്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കാണിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ്. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഒരുവിധം ഗ്രീനിൽ തന്നെയാണുള്ളത്. ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 24,860 ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,760 100 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,744 അപ്പോൾ 16 പോയിന്റ് വീണ്ടും താഴോട്ട് പോയിട്ടുണ്ട്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 116 പോയിന്റ് താഴെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ ലൈവ് മാർക്കറ്റ് ഒന്ന് വരട്ടെ നമ്മൾ, എന്നിട്ട് നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ നോക്കാം. ഇനി ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ചൈന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ, ചൈന റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, ചൈന GDP ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ, ചൈന റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, ഇന്ത്യ ഡിപ്പോസിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ, ഇന്ത്യ ബാങ്ക് ലോൺ ഗ്രോത്ത് ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, USA ബിൽഡിംഗ് പെർമിറ്റ്സ്. ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് റിലീസാവാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. എന്നാലും അതിൽ നിന്ന് പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ കമ്പനികൾ ഹിന്ദുസ്ഥാൻ സിങ്ക്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ്, ഒബ്റോയ് റിയാലിറ്റി, L&T ഫിനാൻസ്, ജിൻഡാൾസോ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ്, തേജസ് നെറ്റ്വർക്ക്സ്, എലികോൺ എഞ്ചിനീയറിംഗ് കമ്പനി, ഏത്തർ ഇൻഡസ്ട്രീസ്, മാസ്ടെക്. ഇത്രയും കമ്പനികളാണ്. ഇത്രയല്ല, ഇതിൽ കൂടുതലുണ്ട് കമ്പനികൾ റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് ഇന്ന്. അതുപോലെ FNO ബാനിൽ വന്നിരിക്കുന്നത് ബന്ധൻ ബാങ്ക്, ടാറ്റ കെമിക്കൽസ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, സെയിൽ, IEX, GNFC, RBL ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ഗ്രാന്യൂൾസ്, PNB, നാഷണൽ അലൂമിനിയം, ഹിന്ദ് കോപ്പർ, മണപ്പുറം ഫിനാൻസ്, LTF. ഇത്രയും സ്റ്റോക്കുകളാണ് FNO ബാനിൽ വന്നിരിക്കുന്നത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെയും സെല്ലറാണ്. 7,421 കോടിയുടെ സെല്ലിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അതിൻ്റെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. 4,979 കോടിയുടെ ബൈയിങ് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 2,441 കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 73,044 കോടിയുടെ സെല്ലിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 62,360 കോടിയുടെ ബൈയിങ് നടത്തി. അങ്ങനെ മൊത്തത്തിൽ 4,684 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ഈ മാസം മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. എന്തായാലും ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിംഗ് ഭയങ്കരമായ രീതിയിലാണ് പോകുന്നത്. 73,000 കോടി എന്നൊക്കെ പറഞ്ഞ് അത്രയും പണം അവർ ഇവിടെ നിന്ന് വലിച്ചു പോയി എന്നുള്ളത് തന്നെയാണ്. അവർ മാറ്റി ഇന്ത്യയിൽ വേറെ എവിടെയും ഇൻവെസ്റ്റ് ചെയ്തതല്ല. ഈ പണമൊക്കെ പോകുന്നത് ചൈനയിലേക്കാണ് എന്നാണ് അറിയാൻ പറ്റിയത്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ എന്തൊക്കെയോ മാറ്റം വരുത്തുകയും കുറേ പുതിയ പാക്കേജുകളൊക്കെ
അനൗൺസ് ചെയ്യുകയും ചെയ്തതിലൂടെ അതേസമയത്ത് നമ്മുടെ ഇവിടെ FNOയിലും മറ്റുമൊക്കെയുള്ള നിയമങ്ങൾ കുറേ കർശനമാവുകയും ചെയ്തതോടുകൂടി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണം പിൻവലിച്ച് പോകാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യമായിട്ടും റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള സമ്പത്ത് നമുക്കായിട്ടുള്ളതാണ്. അത് പുറത്തുള്ളവർക്ക് വലിച്ചു കൊണ്ടുപോകാൻ എളുപ്പത്തിൽ അനുവദിച്ച് കൊടുക്കരുത് എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ആശയം. അതിനു വേണ്ടിയിട്ട് എത്ര കർശനമായ നിയമം കൊണ്ടുവന്നാലും അത് എത്ര ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോയാലും കുഴപ്പമില്ല. അവർ പോയാലും ഇവിടെയുള്ള സമ്പത്ത് ഇവിടെ തന്നെ, ഇന്ത്യയുടെ സമ്പത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിഫ്റ്റിയുടെ ഇന്നലത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25.027 സ്റ്റാർട്ട് ചെയ്തു. 277 പോയിൻ്റ് നഷ്ടത്തിൽ 24,750 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് 334 പോയിൻറ്റിൻ്റെ നഷ്ടം ഉണ്ടായിരുന്നത്. ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ 1039 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് ഇതുവരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു പ്രൈസ് ആക്ഷൻ, അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും നോർമൽ CPR ആണ്, പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 13.39 എന്തായാലും ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിക്സ് ആണ്. പുട്ട് കോൾ റേഷ്യോ 0.51 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് മോഡ്, നമ്മുടെ മീറ്റർ കാണിക്കുന്നത് പോലെ ബെയറിഷ് മോഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് 96 ലക്ഷമാണ് 25,000. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 24,500 66 ലക്ഷം. സോ കോൾ റേറ്റിംഗ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ്. മാർക്കറ്റിനെ തിരിച്ച് മുകളിലോട്ട് കയറുമ്പോൾ ഇവർ സെല്ല് ചെയ്ത പൊസിഷൻസൊക്കെ സ്ക്വയർ ഓഫ് ചെയ്തിട്ട് അവർ മാറി നിൽക്കും. അപ്പോൾ നമ്മൾ പറയും ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞതിന് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. റിയാലിറ്റിയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ പൊസിഷൻസ് കട്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ്. പല ആൾക്കാരോട് ഇന്ന് സംസാരിക്കുന്ന മിക്ക ആൾക്കാരും പറയാറുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആ ഭാഗത്ത് കുറയുന്നുണ്ട്, അപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് പോകും എന്നുള്ളതാണ്. സോ ഓപ്പൺ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തല്ല മാർക്കറ്റ് പോകുന്നത്, മാർക്കറ്റ് പോകുന്നതിനെ ബേസ് ചെയ്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആവുന്നത്. ഓൾറൈറ്റ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 560 പോയിൻറ്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. ഫിൻ നിഫ്റ്റി 320 പോയിൻറ്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. സെൻസെക്സ് 751 പോയിൻറ്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. അതേപോലെ മിഡ് ക്യാപ്പ് 193 പോയിൻറ്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. നമുക്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേയിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നിഫ്റ്റി ഇന്നലത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ 24,715 വരെ മാർക്കറ്റ് എത്തും എന്നുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. 728 വരെ വന്നിട്ട് അവിടെയാണ് ക്ലോസിങ് തന്നിട്ടുള്ളത്. സോ ഇന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇന്നലെ നോട്രേറ്റ് സോൺ ഡയറക്റ്റ് ഫോളായിരുന്നു വന്നത്. സോ ഒരു 100% പ്രോഫിറ്റിനൊക്കെയുള്ള സാധ്യതകൾ ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ട്രേഡ് സെറ്റപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഓർക്കണം. എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുകളുണ്ട്. എല്ലാവരും അതിനകത്ത് ഒരു ക്യാമ്പയിൻ പോലെ അത് ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും ഫ്രീ ട്രയൽ കിട്ടാത്തവരുണ്ടെങ്കിൽ, എനിക്ക് അഥവാ അവിടെ എത്തുമ്പോൾ ഫ്രീ ട്രയൽ കഴിഞ്ഞു എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ വരും. അതെനിക്ക് വാട്സപ്പിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇതൊരു പ്രോമിസാണ്, ഇതൊരു ക്യാമ്പയിനാണ്. എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യുക. 10 ദിവസം 8 ദിവസമൊക്കെയാണ് ഉണ്ടാവുക, എന്നാലും കുഴപ്പമില്ല. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. കഴിഞ്ഞ മാസമല്ല അതിന് മുൻപത്തെ മാസം നമ്മൾ വളരെ നെഗറ്റീവായ രീതിയിൽ വളരെ ചെറിയ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ മാസം കുഴപ്പമില്ലാതെ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്ത് ഈ മാസം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇൻഡെക്സ് ഓപ്ഷൻസ്, സ്റ്റോക്ക് ഓപ്ഷൻസ്, ദെൻ എന്താ പറയുക ETF, അതായത് SIP, ഈ 3 കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുന്നത്. അതുപോലെ കോപ്പി ട്രേഡിങ്ങിൽ നമ്മൾ വലിയ സെർവർ എടുത്തിട്ട് കൂടുതൽ സ്പേസ് റെഡിയാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം. അതായത് 1,00,000 രൂപയും സരോദയുടെ അക്കൗണ്ട് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ മറ്റുള്ള എന്താ പറയുക ചാർജ് ചെയ്യാത്ത ബ്രോക്കേഴ്സിനെ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വിഷയം വന്നത് നവംബർ 20 മുതൽ മിക്കവാറും എല്ലാ ബ്രോക്കേഴ്സും അവരുടെ ചാർജും എല്ലാം സെയിം ആവാൻ സാധ്യതയുണ്ട്. ഫ്രീ സർവീസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ദെൻ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനായിട്ടുള്ള ഒരാളെ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന സ്റ്റോക്കിലാണ്, ഇതിലല്ല ഇൻട്രാ ട്രേഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ട്രേഡിങ്ങോ അല്ല ഈ പറയുന്നത്. സ്റ്റോക്കുകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇയർലി ഒരു 40 to 50% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോർട്ട്ഫോളിയോസ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട്
ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും എല്ലാം ഇതിൻ്റെ താഴെയുള്ള വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ആരും മറക്കരുത്. എല്ലാവരും മാക്സിമം അതിനകത്ത് ജോയിൻ ചെയ്യുക. ഫ്രീ ട്രയൽ ഇല്ലാത്തവർക്ക് എത്ര ദിവസം വേണമെന്ന് പറഞ്ഞാൽ മതി, ഫ്രീ ട്രയൽ കൊടുക്കുന്നതായിരിക്കും. ഒരു സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ ആദ്യത്തെ അതായത് 2000 ഏതൊരു വർഷം ആ സെപ്റ്റംബർ 14 തുടങ്ങി അടുത്ത മാസം ആകുമ്പോഴത്തേനും അതിനകത്ത് അത്യാവശ്യം ആൾക്കാരുണ്ടാവാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഈ വർഷം നിങ്ങളെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് വലിയ സംഭവ വികാസങ്ങളൊന്നും തന്നെ പറയാനില്ല. കാരണം ഇവിടെ CPR എക്സ്ട്രീം വൈഡാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഇവിടെ ലോവർ സൈഡിലേക്ക് റാസ് ലെവൽസിൻ്റെ ലെവൽസ് വന്നിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് നടക്കാൻ പോകുന്നത് മാർക്കറ്റ് ഇങ്ങനെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ തീർന്നു പോകാനാണ് സാധ്യത. അത് വലിയൊരു രീതിയിൽ താഴോട്ടോ മുകളിലോട്ടോ പോവാത്ത രീതിയിൽ ഒരു പ്രത്യേക മൂവ്മെൻറ്റ് കാഴ്ചവെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സോണാണ്. ഇവിടെ 24,915 മുതൽ 889 വരെയുള്ള ഒരു 26 പോയിൻറ്റിൻ്റെ ഒരു സോണാണ് മാർക്കറ്റിൻ്റെ ഹൈ പ്രതീക്ഷിക്കുന്നത്, ഇൻ കേസ് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നലെ എക്സ്പയറി കഴിഞ്ഞതാണ് നിഫ്റ്റിയുടേത്. എന്നാൽ കൂടി ഇന്നത്തെ മൂവ്മെൻറ്റ് ഇന്ന് അതേപോലെ ഒരു ലോ സൈഡ് നോക്കുകയാണെങ്കിൽ 24,585 വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോയേക്കാം എന്നാണ് എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാപ്പിൽ പെടാൻ പോകുന്നത് ഈ ലെവൽസ് ഇല്ലാത്ത സ്ഥലത്ത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെയാണ് നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുള്ളത്. പിന്നെ CPRൻ്റെ 3 ലെവൽസ് ഓരോരോ ലെവലായിട്ട് തന്നെ നമ്മൾ കണക്കൂട്ടണം. 24,879 എന്നുള്ള ആ ഒരു ലെവല്. ദെൻ ഇവിടെ സെക്കൻഡ് 24,836 എന്നുള്ള ഈ ഒരു ലെവല്. അത് കൂടാതെ ഈ ഒരു സോൺ 24,792 എന്ന ഈ ഒരു സോൺ, ഇതെല്ലാം തന്നെ ഓരോ ഇതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്ന് ഇതിപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിജക്ഷൻ ഉണ്ടാവും. പിന്നെ എങ്ങനെയും മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് റിജക്ഷൻ ഉണ്ടാവും. അപ്പോൾ ട്രേഡിങ് ഈ ഔട്ട് ഓഫ് ദ റേഞ്ചിലുള്ള ട്രേഡ് ആയിരിക്കും കൂടുതൽ നടക്കുക ഇവിടെ. അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിൽ ഒരു കൺസോൾട്ടേഷനിലേക്ക് പോവും. വലിയൊരു 100 പോയിൻറ്റിൻ്റെ ഉള്ളിൽ മാർക്കറ്റിംഗ് ഇങ്ങനെ സിഗ്സാഗ് ചെയ്തിട്ട് ഈ ഔട്ട് ഓഫ് റേഞ്ചിൽ ഒരിക്കലും ഒരാൾക്കൊരു ഐഡിയ കൊടുക്കാത്ത രീതിയിൽ മാർക്കറ്റ് ചിലപ്പോൾ കളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊക്കെ പ്രവചനങ്ങൾ മാത്രമാണ്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് പോകണമെങ്കിൽ ഞാൻ എന്താ പറയുക, സൂപ്പർ പവറൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആന മണ്ടത്തരായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ലൈവ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എന്താണോ നിങ്ങൾ കാണുന്നത് അതിൻ്റെ കൂടെ പോവുക. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ എക്സ്ട്രീം ഒരു കൺസോൾട്ടേഷൻ ആണെങ്കിൽ ട്രേഡ് ചെയ്യാതെ മാറി നിന്നോളുക. ഓക്കെ, ഔട്ട് ഓഫ് റേഞ്ച് ആണെങ്കിൽ തന്നെ ട്രേഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഔട്ട് ഓഫ് റേഞ്ചിൽ നല്ല മൊമെൻറ്റം ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഒരു ചെറിയ നാരോ റേഞ്ചിൽ ഇങ്ങനെ ഒരു സിഗ്സാഗ് പോകുന്നതാണെങ്കിൽ ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. ഫ്രീ ട്രയൽ കിട്ടാത്തവർ വാട്സപ്പിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ നമ്പർ എനിക്കൊന്ന് അയച്ചെന്നാൽ മതി, നിങ്ങൾക്ക് ഫ്രീ ട്രയൽ തരുന്നതായിരിക്കും. ഓൾ റൈറ്റ്, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.